ഹലോ ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങളതാ പുല്ലിച്ചിറ പള്ളിയിലെ പെരുന്നാളാണ്. ഞാനും അപ്പച്ചിയും കാവ്യയും കൂടിയാണ് പോയത്. സത്യം പറഞ്ഞാൽ ഏതൊക്കെയോ വഴിയിൽ കൂടെ വന്നു എവിടെയൊക്കെയോ ഇറങ്ങിയ അവസ്ഥയിലായിരുന്നു. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പള്ളിയിൽ നിന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങിയത്. ആരോട് ചോദിക്കാൻ, കുറേ പേര് അങ്ങോട്ട് നടക്കുന്നു, കുറേ പേര് ഇങ്ങോട്ട് നടക്കുന്നു. കുറേ നാളുകളിലായി കേട്ടോ പെരുന്നാളിന് പോയിട്ട്. അപ്പോൾ എവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ പള്ളിയിലോട്ട് വരാനായിട്ട് ഒത്തിരി വഴികളുണ്ട്. അതാണ് ഇത്രയും കൺഫ്യൂഷൻ ആക്കുന്നത്. ഞങ്ങൾ സാധാരണ ഒത്തിരി പേര് വരുന്ന വഴിയിൽ കൂടെ അല്ല വന്നത്, വേറൊരു വഴിയിൽ കൂടെ പൊത്തിയാടി വന്നപ്പോൾ ഇത്രയും ആൾത്തിരക്കിൻ്റെ ഇടയിൽ പെട്ടു. അപ്പോൾ കുറച്ച് ചേച്ചിമാരോട് ഞങ്ങൾ ചോദിച്ചു എങ്ങോട്ടാണെന്ന്. ചേച്ചിമാർ പറഞ്ഞ വഴിയിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. അവിടെ എത്തുമോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ സൈഡിൽ കാണുന്ന ഈ കടകളെല്ലാം നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ രാത്രിയാണ് ഭംഗി. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പള്ളി കണ്ടപ്പോഴാണ് സമാധാനമായത്. ഇങ്ങനെയൊന്ന് എഴുതി കാണിച്ചല്ലോ. അങ്ങനെ സ്വസ്ഥവും സമാധാനമായിട്ട് തൊഴുവാന്ന് വെച്ചാൽ ഇന്ന് നടക്കില്ലെന്നറിയാം, എന്നാലും മാതാവിനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് വെച്ചു. എല്ലാവരും പാളയും ഉപ്പും ഒക്കെ ആയിട്ട് നേർച്ചയാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ട് വരികയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ തകർത്ത് ഗാനമേള നടക്കുന്നുണ്ട്. ഒരു തുള്ളി മണ്ണ് നുള്ളിയിടാനുള്ള സ്ഥലം പോലും ഇല്ല. ഞാൻ ആലോചിക്കുക, ഇപ്പോഴും ഇത്രയും കച്ചവടക്കാർ വരുന്ന വേറൊരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഉത്സവത്തിന് പോലും ഇത്രയും കച്ചവടക്കാരെ ഞാൻ കണ്ടിട്ടേയില്ല. ഇവിടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. രണ്ട് സൈഡിലുമായിട്ടാണ് ഇഷ്ടം പോലെ ആളുകൾ തിങ്ങി നിറഞ്ഞ് കച്ചവടത്തിനായിട്ട് വന്നിരിക്കുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ്. ഈ കാണുന്ന ഭംഗിയുണ്ടോ, ഇത് രാത്രി മാത്രം കിട്ടുന്ന അതിമനോഹരമായ ഒരു സംഭവമാണ്. ആ കായലിലിരിക്കുന്ന മാതാവിനെ കാണാനാണ് ഒത്തിരി പേര് ഈ ഇടിയും കൊണ്ട് പോകുന്നത്. ഈ കായലിലിരിക്കുന്ന മാതാവിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. ഒഴുകി വന്നതാണ്, അങ്ങനെയാണ് ഇവിടെ പള്ളി ഉണ്ടായത് എന്നൊക്കെ ഒത്തിരി ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിലെ പരമാവധി എല്ലാവരും ഈ പള്ളിയിൽ വരാറുണ്ട്. ഈ പെരുന്നാളിൽ എല്ലാവരും കൂടാറുണ്ട്. ഞങ്ങൾ പോയത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഉച്ചയ്ക്കൊക്കെ നമുക്ക് പോയാൽ അടുക്കാനേ പറ്റില്ല, വണ്ടിയൊന്നും അങ്ങോട്ട് പോവാനേ പറ്റില്ല. റോഡെല്ലാം ബ്ലോക്കായിരിക്കും, കൊട്ടിയം വരെ ബ്ലോക്കായിരിക്കും. രാത്രി ആയിട്ട് കൂടെ നല്ല തിരക്കുണ്ട്. അവിടെ തകർത്ത് ഗാനമേള നടക്കുകയാണ് കേട്ടോ. നല്ല മനസ്സിലായോ എന്നുള്ളൊരു പാട്ടൊക്കെ വളരെ നീട്ടിപ്പാടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി കുറച്ച് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു. കുറച്ച് ഗ്യാപ്പിൽ ഇതൊക്കെ കത്തിക്കാനുള്ള ഇടം കിട്ടിയാൽ കിട്ടി. അത്ര തിരക്കാണ് ഇവിടെ എല്ലായിടത്തും. അങ്ങനെ എന്തായാലും കാവ്യ എക്സാമിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ആഷാട്ടിയുടെ റിസൾട്ട് വരാറായി. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും കുത്തിത്തിരിക്കുകയായാലും പള്ളിക്ക് അകത്ത് കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും സാധിച്ചു. ഇത്രയും ഗാനമേളയും ബഹളവും ഒക്കെ പുറത്ത് നടക്കുന്നെങ്കിലും അകത്ത് കയറുമ്പോൾ ഭയങ്കര മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒക്കെയാണ്. ഈ ക്യൂ നിൽക്കുന്നതും അവിടെ അകത്ത് പോയി തൊഴുത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്നാമത് എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും കാവ്യയും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം പുറത്ത് നിൽക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല. അവിടെ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോലും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട് അവരവരുടെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതാണെന്ന്. അതുകൊണ്ട് പുറത്തുനിന്ന് ഞങ്ങളുടെ ചെരുപ്പുകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പയെ അകത്ത് കയറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെയും കയ്യെട്ടി ഈശോയാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യെട്ടി ഈശോയെ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ അവിടെയും ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പം ഈ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ സാധാരണ ഭയങ്കര ഒരു ആശ്വാസമാണ്, നമുക്ക് എന്തൊക്കെയോ കിട്ടിയതുപോലെ. അപ്പം അവിടെയും ഞങ്ങൾ പെട്ടെന്നായിരുന്നു കേട്ടോ ചെന്ന്. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8-8:30 അപ്പോൾ രാത്രിയാകുമ്പോൾ ആളൊഴിയുമല്ലോ എന്ന ഒരു ഇതിലാണ് വന്നത്. പക്ഷേ അതൊക്കെ വെറുതെയാണ് കേട്ടോ. പിന്നെ ഞാൻ ബൈബിൾ എടുത്തൊന്ന് നോക്കി കേട്ടോ. ഈ ബൈബിളിൽ ഇങ്ങനെ പെട്ടെന്ന് തുറന്ന് വായിക്കുന്ന പേജിലുള്ളതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടാകും എന്നൊക്കെയാണ് ഒരു ഐതിഹ്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ പുല്ലിച്ചിറയൊക്കെ പോയി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.